മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. എൻ്റെ ജീവിതവുമായിട്ട്, കേരളീയരുടെ ജീവിതവുമായിട്ട് വളരെ ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നു ഇവിടത്തെ പത്രമാധ്യമങ്ങൾ. ചാനലുകളായാലും വാരികകളായാലും മാസികകളായാലും പത്രങ്ങളായാലും ഒരു പരിധിവരെ റേഡിയോ പോലും നമ്മുടെ ജീവിതത്തെ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും സ്വാധീനിക്കുന്നുണ്ട്. നമ്മുടെ പത്രമാധ്യമങ്ങളിൽ, പ്രത്യേകിച്ച് ദിനപത്രങ്ങളിൽ, രണ്ട് വിഭാഗത്തിലുള്ള ദിനപത്രങ്ങളുണ്ട്. അതാത് വ്യക്തികൾ അവരുടെ രാഷ്ട്രീയ ചായ്വനുസരിച്ച് ചില പത്രങ്ങളെ അവർ സ്വീകരിക്കാറുണ്ട്. ചില പത്രങ്ങൾ രാഷ്ട്രീയം നല്ല രീതിയിൽ എഴുതുമെങ്കിലും നിഷ്പക്ഷമായിട്ട്, ബയസ്ഡ് അല്ലാതെ കാര്യങ്ങൾ എഴുതാറുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖപത്രമാണ് ദേശാഭിമാനി. വീക്ഷണം കോൺഗ്രസിൻ്റേതാണ്. ബിജെപിയുടെയും സംഘപരിവാറിൻ്റേതുമാണ് ജന്മഭൂമി. ജനയുഗം CPIയുടേതാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ പത്രങ്ങൾ അവരവരുടെ പാർട്ടി കാര്യങ്ങളും പാർട്ടികൾ ചെയ്യുന്ന അല്ലെങ്കിൽ അവരവരുടെ പാർട്ടി ചെയ്യുന്ന തെറ്റുകൾ മറച്ചുവെച്ചും അല്ലെങ്കിൽ തെറ്റുകൾ ന്യായീകരിച്ചും ശരികൾ പ്രൊജക്റ്റ് ചെയ്തും അവര് വാർത്ത കൊടുക്കാറുണ്ട്, ആർട്ടിക്കിൾസ് എഴുതാറുണ്ട്, കമന്റുകൾ എഴുതാറുണ്ട്, കാർട്ടൂണുകൾ വരയ്ക്കാറുണ്ട്, എഡിറ്റോറിയൽ എഴുതാറുണ്ട്. ദേശാഭിമാനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് ന്യായീകരിച്ച് എന്തെഴുതിയാലും അത് വായിക്കുന്ന വ്യക്തികളിൽ വലിയ നെഗറ്റീവുകളൊന്നും ഉണ്ടാക്കില്ല. അതുപോലെയാണ് വീക്ഷണം കോൺഗ്രസിനെ പുകഴ്ത്തിക്കൊണ്ട്, ഉയർത്തിക്കൊണ്ട്, തെറ്റുകൾ മറച്ചുവെച്ച് എന്തെഴുതിയാലും വീക്ഷണം വായിക്കുന്ന വ്യക്തിക്ക് അതിനകത്ത് അപസ്വരമുണ്ടെന്ന് തോന്നണമെന്ന് നിർബന്ധമില്ല. വേറെ ചില പത്രങ്ങളുണ്ട്, രണ്ടാമത്തെ വിഭാഗത്തിൽപ്പെടുന്ന പത്രങ്ങൾ. മാതൃഭൂമി, മലയാള മനോരമ, ഇന്ത്യൻ എക്സ്പ്രസ്, ഹിന്ദു, ഡെക്കാൻ ക്രോണിക്കിള് തുടങ്ങിയ പത്രങ്ങളെ പാർട്ടികളുടെ വീക്ഷണത്തിലൂടെ ജനങ്ങൾ പൊതുവെ കാണാറില്ല. അല്പസ്വല്പമൊക്കെ ചില വാർത്തകൾ പാർഷ്യലോ ബയസ്ഡോ ആയി വരാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും അതൊരു പാർട്ടിയുടെ മുഖപത്രം പോലെ പാർട്ടി കാര്യങ്ങൾ എഴുതാറില്ല, വിമർശിക്കുകയോ സപ്പോർട്ട് ചെയ്യുകയോ ചെയ്യാറില്ല. കുറേയെല്ലാം ന്യൂട്രലായിട്ട് എഴുതാം. ഈവൺ എഡിറ്റോറിയൽ ഒരാൾക്ക് അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ എഴുതുകയാണെങ്കിൽ പോലും അതൊരു പാർട്ടി പത്രം അതേ വിഷയത്തെക്കുറിച്ച് എഴുതുന്ന രീതിയിലായിരിക്കില്ല ഇപ്പം ഞാൻ പറഞ്ഞ പത്രങ്ങൾ എഴുതുക. പക്ഷേ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട്, 3-4 ദിവസങ്ങളായിട്ട് ഞാൻ വളരെ ഏറെ ആദരിക്കുന്ന, ആരാധിക്കുന്ന ഒരു പത്രമാണ് മാതൃഭൂമി. ഒരിക്കൽ പാലക്കാട് ഒരു വ്യക്തി അയാൾ നടത്തുന്ന ബിസിനസ്സിന് അയാൾക്ക് ഞാൻ അവാർഡ് കൊടുക്കുന്നതായിട്ട് അയാൾ മാതൃഭൂമിയിൽ അഡ്വർടൈസ് ചെയ്തു. അയാൾ അവിടെ പൊതുപ്രവർത്തനം ചെയ്യുന്ന ആളാണ്. ഒരു അമ്പലത്തിൽ നടക്കുന്ന പ്രോഗ്രാം എന്ന രീതിയിൽ എന്നെ ക്ഷണിച്ചു. പക്ഷേ ഇത് അയാൾ സംഘടിപ്പിച്ചത്, അയാൾക്ക് അവാർഡ് കൊടുക്കാൻ ഞാൻ വരുന്നതായിട്ട് അഡ്വർടൈസ്മെന്റ് കൊടുത്തു. മാതൃഭൂമിയിൽ വലിയ വാർത്ത കൊടുത്തു. അത് വളരെ ഇതായിട്ട് കൊടുത്തു. ഞാനവിടെ ചെല്ലുമ്പോഴാണ് മനസ്സിലായത് അത് അയാളുടെ ബിസിനസ്സിന് വേണ്ടി അയാൾ ചെയ്തതാണ്. ഞാൻ മാതൃഭൂമിക്ക് കത്തെഴുതി എൻ്റെ പേരും എൻ്റെ ഫോട്ടോയും വെച്ച് ഇയാൾക്ക് അവാർഡ് കൊടുക്കുന്നതായിട്ട് 2-3 ദിവസം അഡ്വർടൈസ് ചെയ്യുകയും
വാർത്ത കൊടുക്കുകയും എല്ലാം ചെയ്യുമ്പോൾ ഞാനുമായിട്ട് ഇതിന് വല്ല ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കേണ്ട ആവശ്യം കൂടി നിങ്ങൾക്കില്ലേ? വളരെ ഷാർപ്പായിട്ട് ഞാൻ മാതൃഭൂമിക്കൊരു കത്തെഴുതി. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മാതൃഭൂമിയിലെ വളരെ സീനിയറായിട്ടൊരു ഉദ്യോഗസ്ഥൻ കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്ത് വന്ന് അങ്ങനെ ഒരബദ്ധം സംഭവിച്ചതിൽ ക്ഷമിക്കണം, മറ്റ് പത്രങ്ങളും കൊടുത്തു, അതുകൊണ്ടാണ് ഞങ്ങൾ കൊടുത്തത് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. വളരെ സീനിയർ ഉദ്യോഗസ്ഥനാണ്. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, മറ്റ് പത്രങ്ങൾ എന്ത് ചെയ്യുന്നു ചെയ്യുന്നില്ല എന്നുള്ളത് കേരളത്തിലെ ജനത വളരെയധികം ബോധേഡല്ല. പക്ഷേ സത്യം, ധർമ്മം, നീതി, ന്യായം ഇത് നാലും കുറേയെല്ലാം പാലിക്കുന്ന പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള KP കേശവമേനോന്റെയും ക്രൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടുടെയും ദാമോദര മേനോന്റെയും എല്ലാം ചൈതന്യവത്തായ ധർമ്മബോധമുള്ള ഒരു മാതൃഭൂമിയിൽ എൻ്റെ ഫോട്ടോ വെച്ച് എൻ്റെ പേര് വെച്ച് ഞാൻ അറിയാതെ അഡ്വർടൈസ്മെന്റ് കൊടുക്കുമ്പോൾ അൾട്രാ മോഡേൺ യുഗത്തിൽ മാതൃഭൂമിയിലെ പാലക്കാട് എഡീഷനിലെ പലരും എതിർത്തിരുന്നു അങ്ങനെ ഒരു അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നത്. ഗോപാലകൃഷ്ണൻ അറിയാതെയാണ്, വെരിഫൈ ചെയ്തിട്ടേ ചെയ്യാവൂ എന്ന് പറഞ്ഞിരുന്നിട്ട് പോലും മാതൃഭൂമി അത് കൊടുത്തത് തെറ്റാണ് എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം വളരെ നല്ല രീതിയിൽ മാപ്പ് പറഞ്ഞ് ഇനി അതുണ്ടാവില്ല, ക്ഷമാപണം പറഞ്ഞിട്ട് അദ്ദേഹം പോയി. അപ്പോഴും ആ ഒരു വരിയുടെ അടിസ്ഥാനത്തിലാണ് മാതൃഭൂമിയുടെ ഒരു വലിയ ഫംഗ്ഷൻ നടക്കുമ്പോൾ അതിലൊരു വലിയ ബോക്സ് എഴുതിയിരുന്നു. അതിൽ മാതൃഭൂമിയിൽ നിന്ന് ഞങ്ങളിത് പ്രതീക്ഷിക്കുന്നില്ല എന്ന് ജനങ്ങൾ പറയുന്നതായിട്ട്, മറ്റു പത്രങ്ങൾ എന്ത് ചെയ്യുന്നു ചെയ്യുന്നില്ല എന്നുള്ളതല്ല, മാതൃഭൂമിയിൽ നിന്ന് ഞങ്ങളിത് പ്രതീക്ഷിക്കുന്നില്ല എന്ന് ജനങ്ങൾ പറയുന്നതായിട്ട് മാതൃഭൂമിയിലെ ലേഖകൻ തന്നെ മാതൃഭൂമിയിലെ വലിയൊരു ബോക്സ് ആർട്ടിക്കിൾ പോലെ ന്യൂസ് കൊടുക്കുകയുണ്ടായി. ഇത്രയും ഞാൻ പറഞ്ഞത് ഒരു വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറയാനാണ്. മാതൃഭൂമിക്ക് എല്ലാ സ്വാതന്ത്ര്യമുണ്ട്, ചുംബനത്തെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഏതിനെ സപ്പോർട്ട് ചെയ്യാനും ചെയ്യാതിരിക്കാനും ഒരു പ്രൈവറ്റ് പത്രം എന്നുള്ള നിലയിൽ അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ഒരു സാമാന്യ രീതിയിൽ നോക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് 2-3 ദിവസം ഇവിടെ പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും എല്ലാം നടത്തി. അതിൻ്റെ 100 കണക്കിന് ഫോട്ടോ ആണ് മാതൃഭൂമി കൊടുത്തത്. അത് മാത്രമല്ല, മാതൃഭൂമിയുടെ ഒരു പ്രതിനിധി എന്ന രാഹുൽ ഗാന്ധിക്ക് വലിയൊരു ഉപഹാരവും കൊടുത്തു. അവിടെ ഒന്നും തെറ്റില്ല. പക്ഷെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചൊരു പാർട്ടി, ഒരു കുടുംബാധിപത്യം മാത്രം സ്ഥാപിച്ചൊരു പാർട്ടി, മാനസികമായി ബുദ്ധിസ്ഥിരത പോലും വരാത്ത ഒരു ചെറുപ്പക്കാരൻ, തനി കുട്ടിത്തം കൊണ്ട് കൂത്താടുന്ന ഒരു ചെറുപ്പക്കാരന്റെ മുമ്പിൽ സുധീരൻ സാറോ ഉമ്മൻചാണ്ടിയോ രമേശ് ചെന്നിത്തലയോ കാർത്തികേയനോ വന്ന് നിൽക്കുന്നതിൽ ഒരു അപാകതയുമില്ല. അവരുടെ തലയിൽ പാർട്ടി കെട്ടിവെച്ചൊരു നേതാവാണ്, അവർക്കത് അംഗീകരിച്ചേ പറ്റൂ. പക്ഷെ മാതൃഭൂമിയെപ്പോലെ ധന്യമായ ഒരു പത്രം, ഒരു മന്ദബുദ്ധിയെ പോലെയുള്ള ഒരു ചെറുപ്പക്കാരന്റെ മുമ്പിൽ പഞ്ചപുച്ഛവും അടക്കി അദ്ദേഹത്തിന്റെ വരവിന് എത്രയോ ഉജ്ജ്വലമായിട്ടുള്ള, ഉജ്ജ്വലം ഞാൻ കൊട്ടേഷനിൽ എഴുതുകയാണ്, ഒരു സംഭവമാക്കി മാറ്റി. അതുപോലെ തന്നെ ആ വ്യക്തിയിൽ എല്ലാ നന്മയും കാണുന്നത് പോലെ വരച്ചു തീർത്ത് ഒന്ന് വെറുതെ പുറകോട്ട് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികളെ മുഴുവനും തമസ്കരിച്ച്, ജീവിതം മൊത്തം രാഷ്ട്രത്തിന് വേണ്ടി ജനിച്ച് നിലനിന്ന് മരിച്ച ആ വ്യക്തികളെ തമസ്കരിച്ച് 3 വ്യക്തികളിൽ എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന, ഒന്ന് ജവഹർലാൽ നെഹ്റു, 2 മകള് ഇന്ദിരാഗാന്ധി, 3 മകൻ അടുത്ത ഗാന്ധി രാജീവ് ഗാന്ധി, ഇനി 4മത്തേത് രാഹുൽ ഗാന്ധി. ഒരു കുടുംബാധിപത്യത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുന്നൊരു പത്രം അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു എന്ന് വ്യക്തമായി ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ പ്രഖ്യാപിച്ച് കോടതി അത് ഡിക്ലയർ ചെയ്ത ഒരു പാർട്ടി,
അതുപോലെ തന്നെ ഭാരതത്തിലെ മണ്ണിൽ നിന്ന് ആൾമോസ്റ്റ് തൂത്തെറിഞ്ഞൊരു പാർട്ടി. അങ്ങനെ അനവധി തിന്മകൾ നിറഞ്ഞ കേരളത്തിലെ അഴിമതിയുടെ കൂത്തരങ്ങാണെന്ന് മാതൃഭൂമി എഴുതുന്നു. ഞാൻ അന്വേഷിച്ചിട്ടില്ല, ഞാൻ അതിനെക്കുറിച്ച് കമന്റും പറയുന്നില്ല. അങ്ങനെയുള്ളൊരു പാർട്ടി ഈ ഭാരതത്തിലെ സർവ യൂണിവേഴ്സിറ്റികൾക്കും റോഡുകൾക്കും സ്ഥാപനങ്ങൾക്കും എല്ലാം 3 പേരുകളാണ്. ഒന്നുകിൽ നെഹ്റുവിന്റെ പേര്, അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ, അല്ലെങ്കിൽ രാജീവ് ഗാന്ധിയുടെ. ഈ നെഹ്റുവിന്റെ പച്ചയായ ജീവചരിത്രം ഇന്ന് ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. അറപ്പ് തോന്നുന്ന വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയാണെന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അയാളെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. അത്രയും അധികം ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു നെഹ്റുവിനെ കുറിച്ചൊരു സിനിമ എടുക്കാൻ ഇംഗ്ലീഷുകാര് മുമ്പോട്ട് വന്നപ്പോ അവർക്ക് കൊടുക്കേണ്ടത് കൊടുത്ത ആ സിനിമ എടുപ്പിക്കാതെ ആക്കിയ ഒരു പാർട്ടി കൂടിയാണ്. അതുപോലെ തന്നെ സ്വയം ഈ ജനാധിപത്യത്തെക്കുറിച്ച് മാത്രം വാദിക്കുന്ന മാതൃഭൂമി ഉൾപ്പെടെയുള്ളവര് എഡിറ്റോറിയൽ എഴുതുന്നത് വിലക്കിക്കൊണ്ട് ഒരു അടിയന്തരാവസ്ഥ പണ്ടത്തെ കാര്യമാണെങ്കിലും പ്രഖ്യാപിച്ച ഇന്ദിരാഗാന്ധിയും ആയിരങ്ങളെ കൊന്നൊടുക്കിയ സിഖുകാരെ കൊന്നൊടുക്കിയ പാരമ്പര്യവുമുള്ള ഒരു പാർട്ടി രാജ്യത്തിലെ നേതാവിനെ ഇന്ദിരാഗാന്ധിയെ വെടിവെച്ചു കൊന്നു എന്ന കാരണത്തിൽ നിരപരാധികളായ ആയിരക്കണക്കിന് സിഖുകാരെ കൊന്നൊടുക്കിയ ഒരു പാർട്ടിയെ ആ പാർട്ടിയില് അടുത്ത രാജീവ് ഗാന്ധി എന്ന് പറയുന്ന വ്യക്തി വന്നപ്പോ ഇവിടെ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. ആൻഡമാൻ നിക്കോബാറിൽ പോയപ്പോ അതിന് പല ഐലൻഡിന്റെയും പേര് ഈ കുടുംബത്തിലെ അംഗങ്ങളുടെ പേരാണ്. ഒന്നില്ലെങ്കിൽ ഇന്ദിരാഗാന്ധി അല്ലെങ്കിൽ രാജീവ് ഗാന്ധി. പാലങ്ങളുടെ പേര് ഇവരുടെ വീട്ടിലെ പേരാണ്. ധാരാളം അധികം യൂണിവേഴ്സിറ്റികളുടെയും ബസ് സ്റ്റാൻഡിന്റെയും പേര് അതും ഇവരുടെ വീട്ടുകാരുടെ പേരാണ്. അത്ഭുതം തോന്നാറുണ്ട്. ചില സ്ഥലത്തൊക്കെ KSRTC ബസ് സ്റ്റാൻഡിന് പോലും രാജീവ് ഗാന്ധി ബസ് സ്റ്റാൻഡാണ്, അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി ബസ് സ്റ്റാൻഡാണ്. ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയാണ്. നെഹ്റു ബ്രിഡ്ജാണ്. ജമ്മുവിൽ നിന്ന് കാശ്മീരിലേക്ക് പോകുമ്പോൾ ഒരു നെഹ്റുവിന്റെ പേരിലുള്ള ബ്രിഡ്ജാണ്. ഇവരെല്ലാം വ്യക്തിപരമായിട്ടൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രാഷ്ട്രത്തിന് വേണ്ടി ഇവർ ചെയ്തത് ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ശരിക്കും മൂക്കത്ത് വിരൽ വെച്ചു പോകും. ലോകത്തിലെ ഒരു ജനത പോലും, ഒരു മനുഷ്യൻ പോലും ഈ കുടുംബത്തെ ഇന്ന് മാതൃഭൂമി പ്രൊജക്ട് ചെയ്ത പോലെ ചെയ്യില്ല, ഉറപ്പാണ്. അതൊരു വശത്ത്. അതേ സമയത്ത് ഇംപാർഷ്യലായിട്ട് പക്ഷഭേദമില്ലാതെ ഭരിക്കുന്നവര് നല്ലത് ചെയ്യുകയാണെങ്കിൽ അതിനെ അനുമോദിക്കേണ്ട ഒരു ദേശീയ പത്രം എന്ന കാഴ്ചപ്പാടിലൂടെയാണ് മാതൃഭൂമിയെ പലരും കണ്ടിരുന്നത്. പക്ഷേ അശോകനെ പോലെയുള്ളവരും അതുപോലെയുള്ളവരും മാതൃഭൂമിയിൽ ലേഖനം എഴുതുമ്പോൾ മോഡിയുടെയോ അല്ലെങ്കിൽ അതുപോലെയുള്ളവരുടെയോ ഒരു 5 നന്മകൾ എഴുതിയാൽ 5 നന്മകൾക്കകത്ത് 6 കുത്തുവാക്കുകളും കൂടി ചേർത്തിട്ടാണ് മാതൃഭൂമി എഴുതുന്നത്. 5 നന്മകൾ പറയുന്നു എന്ന് വരുത്തി അതിനിടയ്ക്ക് 6 കുത്തുവാക്കുകൾ എഴുതിയിട്ടാണ്. ഈ രാജീവ് ഗാന്ധി പാർലമെന്റിൽ കിടന്നുറങ്ങിയതും ബുദ്ധിസ്ഥിരതയില്ലാത്തവനെ പോലെ ഗവൺമെന്റ് പാസാക്കിയ ഒരു പേപ്പർ വലിച്ചു കീറിയതും ഈ ഏതൊക്കെയോ കരിങ്കല്ലോ മണ്ണോ ഒന്നുമില്ലാത്ത കുട്ട വാരിക്കൊണ്ടു പോവുകയും 3rd ക്ലാസ്സിൽ യാത്ര ചെയ്യുകയും മറ്റുള്ളവരെ പോലെ വിമാനത്തിൽ യാത്ര ചെയ്യുകയും ചെയ്തതൊക്കെ പ്രൊജക്റ്റ് ചെയ്തപ്പോൾ അതിന്റെ പുറകിലുള്ള തട്ടിപ്പും വെട്ടിപ്പും പോലും മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധിയില്ലാത്തൊരു പത്രം. അത് നല്ലതാണെങ്കിൽ ആയിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ അതെല്ലാം ഒരു എലക്ഷൻ സ്റ്റണ്ട് മാതിരിയാണ് കാണിക്കുന്നതെന്ന് വ്യക്തമായിട്ട് അറിയാൻ കഴിവുള്ള ഒരു പത്രം. ആ പത്രത്തിലെ പ്രമുഖരുമായിട്ട് ഒത്തിരി പ്രാവശ്യം ഇടപഴകാനെല്ലാം ഭാഗ്യം കിട്ടിയിരുന്നു. ഇപ്പൊ അവരെയൊക്കെ കാണുമ്പോ മറ്റ് രാഷ്ട്രീയ നേതാക്കളെ കാണുന്ന അത്രയും പോലും ബഹുമാനം തോന്നാറില്ല. ഇന്നലെയും മിനിഞ്ഞാന്നും അതിന്റെ മുമ്പിലത്തെ ദിവസവും തിരുവനന്തപുരം എഡിഷൻ മാതൃഭൂമി ശരിക്കും പറഞ്ഞാല്
ഓണാഘോഷത്തിന് കൊടുക്കുന്നതിനേക്കാളും അധികം പബ്ലിസിറ്റിയാണ് ഈ രാഹുൽ ഗാന്ധി എന്ന സമചിത്തത പോലും ഇല്ലാത്ത ഒരു നേതാവിന്റെ മുമ്പിൽ രാഷ്ട്രീയ പാർട്ടിക്കാര് പഞ്ചപുച്ഛം അടക്കി നിൽക്കുന്നത് അവർക്ക് ഭാവിയിൽ അവരുടെ രാഷ്ട്രീയ സ്ഥാനമാനങ്ങൾ നിലനിർത്താനാണെന്ന് മനസ്സിലാക്കാം. പക്ഷെ മാതൃഭൂമി അതെന്തിനാ ചെയ്യുന്നത്? മാതൃഭൂമിയുടെ വായനക്കാരെല്ലാവരും കോൺഗ്രസ്സുകാരൊന്നും അല്ലല്ലോ, അല്ലാത്തവരില്ലേ? മനോരമ അത് ചെയ്തു എന്ന് തോന്നുന്നില്ല. അത് ചെയ്താൽ തന്നെ അവരുടെ പ്രത്യേക രീതിയാണെന്ന് പറയാം. ഏതായാലും 19, 50, 60, 70 വർഷമായിട്ട് എൻ്റെ വീട്ടിൽ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് മുതൽക്ക് തന്നെ എൻ്റെ അച്ഛൻ വായിച്ചിരുന്നത് മാതൃഭൂമിയാണ്. ഇന്ന് ആ പത്രം കാണുമ്പോൾ ഒരു തരത്തിൽ ലജ്ജ തോന്നും. ഒരു മന്ദബുദ്ധിയായ ഒരു കുടുംബത്തിൽ ജനിച്ചു എന്ന ഒറ്റ കാരണത്താൽ ആരാധിക്കപ്പെടുന്ന, സംസാരിക്കുന്നത് പോലും എന്താണെന്ന് വ്യക്തമായ ബോധമില്ലാത്ത, പകുതി സത്യം മാത്രം പറയുന്ന ഒരു വ്യക്തിത്വം പോലും നന്മ നിറഞ്ഞതല്ലാത്ത ഒരു വ്യക്തിയുടെ പുറകെ ഒരു ദേശീയ ദിനപത്രം പോകുന്നത് ആ പത്രത്തിന്റെ അധപ്പതനമാണോ, അല്ല കേരള ജനതയുടെ അധപ്പതനമാണോ, അല്ല കേരള ജനത ആ ജനതയില് മാതൃഭൂമി വായിക്കുന്നവരുടെ അധപ്പതനമാണോ, അല്ല ഇതൊക്കെയാണ് ലോക നിലവാരമെന്ന് ധരിച്ച് നമ്മൾ അതിനിയും വായിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്താൻ വിധിക്കപ്പെട്ടവരാണോ? ഏതായാലും ഒന്നുറപ്പുണ്ട്, ഏത് നന്മയെയും തിന്മയെയും കുറിച്ച് എഴുതാനും എഴുതാതിരിക്കാനും എല്ലാവർക്കും സ്വാതന്ത്ര്യമുള്ള ഒരു രാഷ്ട്രമാണ്. അവനവന്റെ ഇഷ്ടം പോലെ ഏതും പ്രതികരിക്കാനും പ്രസംഗിക്കാനും പ്രവർത്തിക്കാനും സ്വാതന്ത്ര്യമുള്ള ഒരു രാഷ്ട്രം. പക്ഷേ ഒരു ക്രിക്കറ്റ് കളിയിൽ വാതുവെക്കുമ്പോൾ കാശ് വാങ്ങിച്ച് സ്വയം തോൽക്കാൻ തയ്യാറായാൽ അത് ആ കാശ് വാങ്ങിച്ചവന്റെ സ്വാതന്ത്ര്യമാണെന്ന് പറയാൻ സാധിക്കില്ല. കാരണം കാണികളെന്ന് പറയുന്നൊരു വിഭാഗം മുമ്പിലുണ്ട്. അവരെ സാക്ഷി നിർത്തി കളിക്കുന്നതാവുമ്പോൾ എനിക്ക് എങ്ങനെ വേണമെങ്കിലും കളിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. റൺസ് എടുക്കാതിരിക്കാനും 100 റൺസ് എടുക്കാൻ, സെഞ്ചുറി തികയ്ക്കാനും സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ എനിക്ക് എന്ത് തോന്നുന്നോ അതേപോലെ ഞാൻ ചെയ്യുമെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ല. തെറ്റായിട്ടുള്ള വാർത്തകൾ കൊടുക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല. ഒരു ഹോട്ടലില് പുറത്തുനിന്ന് വരുന്ന ഒരു കസ്റ്റമർ എനിക്ക് ഇഷ്ടപ്പെട്ടവനല്ലാത്തത് കൊണ്ട് നീ എൻ്റെ ഹോട്ടലിലേക്ക് കയറരുതെന്ന് പറയാൻ സ്വാതന്ത്ര്യമില്ല. അതുപോലെ തിന്മ നിറഞ്ഞതിനെ നന്മ നിറഞ്ഞതാക്കിയിട്ട് പ്രൊജക്റ്റ് ചെയ്യാനും സ്വാതന്ത്ര്യമില്ല. അങ്ങനെയുള്ളൊരു ലോകത്തില് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവും പൈതൃകവും ഉള്ള ഒരു പത്രം ചുംബനത്തെ ന്യായീകരിച്ച് അത് ഭൂമിയെ ചുംബിക്കുന്നത് പോലെയും പ്രസിദ്ധരായ വ്യക്തികളുടെ കൈ ചുംബിക്കുന്നത് പോലെയും സ്വന്തം വിമാനമോ വാഹനമോ ചുംബിക്കുന്നത് പോലെയും കൊച്ചുകുട്ടി അമ്മയെ ചുംബിക്കുന്ന പോലെയും അമ്മ കുട്ടിയെ ചുംബിക്കുന്നത് പോലെയുമാണ് മറൈൻ ഡ്രൈവിലും കോഴിക്കോടും ഇനി ആലപ്പുഴയിലും എല്ലാം ആൾക്കാർ ചുംബനം നടത്തിയതെന്ന് പറയാൻ പാകത്തിനേക്ക് താഴ്ന്നു എങ്കിൽ ആ പത്രത്തിന്റെ അത് എഴുതിയവരുടെ ഈ രാഹുൽ ഗാന്ധിയെ ഇത്രയുമധികം പ്രൊജക്റ്റ് ചെയ്തവരുടെ മറ്റുള്ളവർ ചെയ്യുന്ന നന്മകൾ തമസ്കരിച്ചവരുടെ മാതൃഭൂമി പത്രത്തിൽ തന്നെ ഒരിക്കൽ വായിച്ചു, ഭാരതത്തില് ഒരു നല്ല ഗവൺമെന്റ് ഉണ്ട് എന്ന് തെളിയിച്ചത് ജയലളിതയാണ്. 2 രൂപയ്ക്ക് ഇഡ്ഡലിയും 3 രൂപയ്ക്ക് ഭക്ഷണവും എല്ലാം കൊടുത്ത് ജനങ്ങൾക്ക് വേണ്ടി മാത്രം നന്മ ചെയ്യുന്ന ഒരു സ്ത്രീ അവിടെ ഉണ്ട് എന്നുള്ളതിൽ ഭാരതം അഭിമാനിക്കുന്നു, കണ്ടു പഠിക്കണം എന്ന് മാതൃഭൂമി എഴുതി. ആ മാതൃഭൂമി തന്നെ അറിയേണ്ടിയിരുന്നു സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് 2 രൂപയ്ക്ക് ഇഡ്ഡലിയും 25 കിലോ അരി ഫ്രീയും
പിന്നെ 187 രൂപയ്ക്ക് സിമെന്റും പിന്നെ 5 രൂപയ്ക്കോ 3 രൂപയ്ക്കോ ഊണും കൊടുക്കണമെങ്കിൽ അതിന് ബാക്കി ഫില്ല് ചെയ്യാനുള്ള എമൗണ്ട് എവിടെന്നാ വരുന്നത്? അതേതായാലും ജയലളിതയ്ക്ക് തന്നെത്താനെ കറൻസി നോട്ട് അടിക്കാൻ സ്വാതന്ത്ര്യം ഇല്ലാത്തിടത്തോളം കാലം ഗവൺമെന്റ് ബഡ്ജറ്റിൽ ഇതിന് എമൗണ്ട് പെടുത്തിയിട്ടില്ല എങ്കിൽ വേറെ ഏതോ വഴിയിലൂടെയാണ് വരുന്നത് എന്ന് സാമാന്യ ബുദ്ധി ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസവും ഇല്ലാതെ മനസ്സിലാക്കാൻ മാതൃഭൂമിക്ക് സാധിക്കാതെ പോയി. അങ്ങനെ മാതൃഭൂമിയുടെ നിലവാരം ചിന്തിച്ച് പോകുമ്പോൾ എവിടെയെല്ലാമോ ചിതലരിച്ച മാതിരി തോന്നുന്നു. അത് ചുംബനത്തെ പെരുവഴിയിൽ ബെഡ്റൂമിൽ ചെയ്യുന്നത് കാണിക്കരുതെന്ന് പറഞ്ഞ പിണറായി വിജയൻ സാറിന്റെ നന്മ പോലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ലെവലിലേക്ക് മാതൃഭൂമി ഉയരുകയോ താഴുകയോ ചെയ്യുമ്പോൾ ആ പത്രം അതിരാവിലെ കണ്ണു തുറന്ന് വായിക്കുന്ന സമയത്ത് തോന്നിയിരുന്ന ബഹുമാനവും ആദരവും ഭൂമിയുടെ നിലവാരത്തേക്കാൾ താഴ്ന്നുപോയി എന്ന എൻ്റെ തോന്നല് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.